ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പം തന്നെയാണ്. പച്ചരി വെച്ചിട്ടുള്ള കലത്തപ്പം ഞാൻ ചെയ്തിരുന്നു. ഇത് നെയ്ച്ചോറിന്റെ അരി കൊണ്ട് ഉണ്ടാക്കിയ കലത്തപ്പാണ്. ജീരകശാല അരി കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസ് ഒക്കെ അതന്നെയാണ്. ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 1 കപ്പ് ജീരകശാല അരി എന്ന് വെച്ചാൽ നെയ്ച്ചോറ് വെക്കുന്ന അരി വൃത്തിയായി കഴുകി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. അങ്ങനെ കുതിർത്തിയെടുത്ത അരിയാണ് ഇത്. ഈ അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ ചോറും ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അത് ഈ മിക്സിയിൽ ഒഴിച്ചതിന് ശേഷം കുലുക്കി ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഏലക്കായ് പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഉള്ളിയും തേങ്ങാക്കൊത്തും വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിയൊന്നും കൂടുതൽ വേണ്ട, ഒരു വലിയ ഉള്ളിയുടെ 1/4 ഭാഗമേ വേണ്ടൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയും തേങ്ങാക്കൊത്തും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 ആണി വെല്ലമാണ്. ഇത് നല്ല വലിയ കട്ട ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ചെറുതാണെങ്കിൽ 2.5 എടുക്കേണ്ടി വരും. ഇത് 1 കപ്പ് വെള്ളത്തിൽ നന്നായി ഉരുക്കിയെടുക്കണം. ഇപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് വെള്ളം ചേർത്തു. അരി ഇറക്കുമ്പോൾ 1 കപ്പ് എടുത്തു, വെല്ലത്തിൽ 1 കപ്പ് എടുത്തു. ഇതിപ്പോൾ വെല്ലമൊക്കെ നന്നായി ഉരുകിയിട്ടുണ്ട്. ഇനി ഇത് എടുക്കുന്ന സമയത്ത് തന്നെ ഗ്യാസിൽ കുക്കർ വെച്ച് കൊടുക്കണം. കുക്കർ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇനി ഈ ഉരുക്കിയ വെല്ലം ചൂടോടെ തന്നെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ചൂടോടെ തന്നെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തണുത്ത് പോകാൻ പാടില്ല. കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. ഇത് നേരത്തെ ഉള്ളിയും തേങ്ങാക്കൊത്തും ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയാണ്. ഇതൊരു 3 ടീസ്പൂൺ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ എല്ലായിടത്തും ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ചൂടോടെ തന്നെ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കണം. കുക്കറിന്റെ മൂടി ഇട്ട് കൊടുക്കാം. ഇത് വിസിലിടാതെ വേണം ഇടാൻ. ആദ്യത്തെ 1.5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം 15 മിനിറ്റ് ചെറിയ തീയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം തന്നെ ഇതിന്റെ മൂടി തുറക്കാൻ പാടില്ല. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റി നന്നായി തണുത്തതിന് ശേഷം ഇതിന്റെ അടപ്പ് തുറക്കാം. ഇതിപ്പോ ഗ്യാസിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് 15 മിനിറ്റ് ആയി. നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ നിന്ന് എടുക്കാൻ പാടില്ല. ഈ കുക്കറിന്റെ ചൂട് മുഴുവനായും പോയി കഴിഞ്ഞിട്ടാകുമ്പോ ഇത് എടുക്കാൻ പാടുള്ളൂ. അതുവരെ ഇത് ഇതിൽ തന്നെ ഇരിക്കട്ടെ. ഇതിപ്പോ കുക്കർ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കലത്തപ്പം റെഡിയായി. ഇതിപ്പോൾ അടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല. എല്ലാം കറക്റ്റ് ടൈമാണ്. ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കലത്തപ്പം റെഡിയായി. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതേ അളവിൽ കറക്റ്റ് ചേർത്ത് കലത്തപ്പം ഉണ്ടാക്കിയാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.